ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ ശ്രുതിക്ക് വേണ്ടി രേവതിയുടെ സ്വർണം കട്ടെടുത്ത് കൊടുക്കാൻ ഒരുങ്ങാണല്ലോ ചന്ദ്രമതി. അത് സ്വർണ്ണമൊക്കെ എടുത്ത് വെക്കുന്ന ഭാഗത്താണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചന്ദ്രമതി അതൊക്കെ പെറുക്കി ഒരു തുണിയുടെ ഉള്ളിലാക്കി ഒരു സഞ്ചിയിലാക്കാണ്, കവറിലാക്കിയിട്ട് ഇത് ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ പുറത്തിറങ്ങി നിൽക്കേണ്ട, ആരും കാണാതെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് രവീന്ദ്രൻ, ചന്ദ്രേ നീ എന്ത് പണിയാണ് ചെയ്യണം, നിനക്ക് എന്തോ ആവാലേ? അപ്പോൾ ചന്ദ്രമതി വിചാരിക്കും രവീന്ദ്രൻ കണ്ടുവന്ന്, എന്ത് രവിയേട്ടാ നിനക്ക് എന്തോ ആവാലേ, നീ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയണ്ടേ, നീ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് രവിയേട്ട അങ്ങനെ പറ്റിപ്പോയി രവിയേട്ട, എന്ത് പറ്റിപ്പോയിന്ന്, നീ എന്ത് പണി ചെയ്യണം? ഞാനിത് ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന സമയത്ത് ഷെൽഫ് അടയ്ക്കാതെയാണ് നീ പോണത്. ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ രേവതി മോളുടെ സ്വർണ്ണമില്ലേ, അതെങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയാൽ നീ എന്താ കണ്ടേക്കണം? സോറി രവിയേട്ട, ഒരു അബദ്ധം പറ്റിപ്പോയി, രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഷെൽഫ് അടച്ചിട്ട് പോണ സമയത്ത് രേവതി മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നേക്കണം. വരുമ്പോൾ സച്ചി ചോദിക്കും, ഹാളിൽ നിൽക്കേണ്ട, രേവതി മീൻ മേടിച്ചല്ലേ? ആ ഞാൻ മീൻ മേടിച്ചു. നല്ല മീനാ സച്ചേട്ടാ, സൂപ്പർ മീനാ, അതെന്നൊന്നും കിട്ടില്ല എന്ന് പറയണം. മീൻ എന്തായാലും വെള്ളത്തിൽ കിടന്നിട്ടല്ലേ ജീവിക്കുക. അപ്പോൾ അവർ സൂപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കഴിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി സൂപ്പറാണെങ്കിൽ എന്ത് വേണം, നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട രേവതി. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊരു 2 പെഗ്, നിങ്ങൾക്ക് പെഗ് അടിക്കണം അല്ലേ? നിങ്ങൾക്ക് മീൻ വെള്ളത്തിൽ കിടക്കണോണ്ട് നിങ്ങൾക്ക് പെഗ് അടിക്കണമല്ലേ? ഞാനിപ്പോൾ ഇത് അച്ഛനോട് പറയാം. അച്ഛാ, അയ്യോ രേവതി പറയല്ലേ, ഞാൻ പറയും, അച്ഛാ ദേ സച്ചേട്ടൻ. രേവതി പറയല്ലേ രേവതി, പ്ലീസ് രേവതി പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ഹാളിൽ കൂടെ രേവതിയെ തടഞ്ഞിട്ട് ഓടിക്കളിക്കുന്ന സമയത്താണ് ചന്ദ്ര ഈ കവറും കൊണ്ട് വരുന്നത്. വന്ന സമയത്ത് ചന്ദ്രയും രേവതിയും കൂടി കൂട്ടിമുട്ടുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കവറുകൾ നിലത്ത് വീഴുന്നു. ചന്ദ്രയുടെ കയ്യിലുള്ള കവറും രേവതി ബ്ലൗസ് തയ്ച്ച് മേടിച്ചു കൊണ്ട് നിൽക്കുന്ന കവറും ഒരേ കവറാണ്. അപ്പം അങ്ങനെ ചന്ദ്ര വേഗം കവറെടുത്ത് കൈപ്പിടിച്ചിട്ട്, നിനക്കെന്താ കണ്ണു മൂക്കൂല്ലേ, നാണല്ലേ നിങ്ങൾക്ക്, വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെന്നുള്ള ചിന്തയില്ലേ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്ന് തുള്ളണ, കണ്ണുമോ എന്നെ ഇപ്പോൾ കൊന്നേനേലോ എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി അമ്മേ സച്ചേട്ടനാണ് കാരണം എന്നൊക്കെ പറയണ രേവതി. നന്നായിട്ടുണ്ട് ഓരോ കാട്ടിക്കൂട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് കവർ കൊടുത്തിട്ട് ഒന്നറിയാത്ത പോലെ പോയിട്ട് സുധിയുടെ അടുത്ത് എന്താ പറയുക, സുധി എത്ര നേരമായി അമ്മ ഞാൻ കാത്തുക്കണു, സച്ചി എവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് വരാൻ കിട്ടിയല്ലോ അല്ലേ അമ്മേ, എല്ലാം ഉണ്ടല്ലോ അല്ലേ അമ്മ? ഉണ്ട്, നീ എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഈ കവറ് സുധീനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. കാരണം കവറുകൾ നിലത്ത് വീണ സമയത്ത് രേവതിയുടെ ബ്ലൗസ് തയ്ച്ച കവർ ചന്ദ്രമതിയുടെ ഓർണമെൻറ്റ്സ് ഉള്ള കവർ രേവതിയുടെയും കയ്യിലാണ് പെട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി സുധീനെ ഏൽപ്പിച്ചു. സമാധാനമായി, ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തിരിച്ചു വന്നു. ഈ സമയത്ത് രേവതി അടുക്കളയിലേക്ക് പോവാണ്. കവറും കൊണ്ട് മീനെടുത്തു, പാത്രത്തിൽ വെള്ളം നിറച്ച് മീൻ അതിലിട്ടു കഴുകാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലൗസിൻ്റെ കവറാന്ന് വിചാരിച്ചിട്ട് ചന്ദ്രയുടെ ഓർണമെൻറ്റ്സിൻ്റെ കവറാണ് രേവതി സ്ലാബിൻ്റെ മുകളിൽ വെച്ചിട്ട് അപ്പോഴേക്ക് സച്ചി വീണ്ടും വന്നിട്ട് പറയും, രേവതി നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ ശരിയാക്കി തരാം, അച്ഛാ വിളിച്ചിട്ട് അച്ഛനെ വിളിക്കാൻ പോണ സമയത്ത് ചന്ദ്രമതി വന്നിട്ട്, ഈ കവർ എന്താ ഇവിടെ ഇരിക്കണേ, ഈ കവർ ഞാൻ ശ്രുതിക്ക് കൊടുത്തതാണല്ലോ പറഞ്ഞിട്ട് ചന്ദ്രമതി മെല്ലെ വന്നാൽ കവറെടുത്ത് നോക്കുമ്പോൾ അതിൽ ഓർണമെൻറ്റ്സ്. ദൈവമേ, അവനിത് കൊണ്ടുപോയില്ലേ, അവനിത് എന്താ ഇവിടെ വെച്ചിട്ട് പോയി എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ചന്ദ്രമതിക്ക് ഓർമ്മ വരിക രേവതിയും ചന്ദ്രമതിയും തമ്മിൽ ക്ലാഷ് ആയതും ഈ കവറുകൾ തമ്മിൽ മാറിയതും. ദൈവമേ, രേവതിയുടെ ബ്ലൗസുള്ള കവറാവുമല്ലോ അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും, ഇനിയിപ്പോൾ എന്താ ചെയ്ത് എത്രയും പെട്ടെന്ന് അവനെ ഏൽപ്പിക്കണ്ടേ എന്നൊക്കെ അങ്ങനെ വിചാരിക്കണം. ഈ സമയത്ത് രേവതി ഓടിപ്പോയി രവീന്ദ്രടുത്ത് പോയിട്ട്, അച്ഛാ സച്ചേട്ടനെ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ഛാ, വെറുതെ. അല്ല സച്ചേട്ടൻ ചോദിക്കണേ, മീൻ ഫ്രൈ ആക്കണോ കറി വെക്കണോ എന്ന് ചോദിക്കുക അച്ഛാ, ഞാൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ സച്ചി, പിന്നെ അതേടാ വേറെ ആരെ കിട്ടും, അച്ഛൻ്റെ സ്നേഹം ഒരു മക്കൾക്കും കിട്ടില്ല, അച്ഛനോട് സ്നേഹമുള്ള മക്കൾ ഇങ്ങനെ മോളൊരു കാര്യം ചെയ്യും, പകുതി കറി വെച്ചോ പകുതി വറുത്തോ ഫ്രൈ ആക്കിക്കോ എന്ന് പറയാണ് രവീന്ദ്രൻ. അങ്ങനെ രേവതി ഒന്നും പറയാതെ തിരിച്ചു വരികയാണ്. ഈ സമയത്ത് ചന്ദ്രമതി കവറും കൊണ്ട് ഫ്രണ്ടിലേക്ക് സിറ്റൗട്ടിലേക്ക് വരുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിക്കും, നീ ഇതെവിടേക്കാ? അതെ, എന്താ പറയുക, സുധിയുടെ അടുത്ത് കൊടുത്ത കവറ് മാറിപ്പോയി എന്ന് തോന്നുന്നു രവിയേട്ട. കാരണം എൻ്റെ ബ്ലൗസിൻ്റെ തുണി കൊടുക്കാനുള്ളതിന് പകരം അവൻ ഇവളുടെ കയ്യിലത്തെ കവറാണ് മാറിയത്. രേവതി എന്താ ചെയ്യാച്ച, രേവതിയുടെ കവറ് കാണാമല്ലോ. രേവതി തപ്പിയിട്ട്, അമ്മ അടുക്കളയിൽ ഇരുന്നാണ് എൻ്റെ കവറ് കണ്ടോ എന്ന് ചോദിച്ചിട്ട് വരണ സമയത്താണ് ചന്ദ്രമതിയുടെ കയ്യിൽ ഈ കവറ് കാണാം. ദേ എൻ്റെ കവറ്. അപ്പോൾ സച്ചി പറയും, ദേ നിൻ്റെ കവറല്ലേ ഇതിരിക്കണേ? അയ്യോ ഇത് നിൻ്റെ കവറൊന്നല്ല, ഇത് എൻ്റെ കവറാണ്, ഞാൻ സുധിയുടെ ബ്ലൗസ് തുണി തയ്ക്കാൻ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ കവറാണിത്.
അവൻ പകരം മാറ്റിയിട്ട് നിൻ്റെ ബ്ലൗസിൻ്റെ കവർ എടുത്ത് പോയി വെക്കണത്. അപ്പോൾ സച്ചി പറയും അതിനെന്താ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, വേണ്ട ഇത് ഞാൻ തന്നെ കൊടുത്തോളാം. അപ്പോൾ രവീന്ദ്രൻ പറയും എന്തിനാ അവൻ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ രവീന്ദ്രൻ പറയും എന്തിനാ വെറുതെ അവൻ്റെ സമയം കളയണം. അപ്പോൾ സച്ചി പറയും ബിസിനസ് മാൻ അല്ലേ, എന്തിനാ അവൻ്റെ സമയം കളയണം, ഇതെന്താ ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ പറ്റില്ലേ, വേണ്ടെന്ന് എന്നോടല്ലേ പറഞ്ഞേ, അവൻ ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് ഉരുളണ സമയത്ത് സുധി പണയം വെക്കാൻ പോയി. അവിടെ ചെന്നിട്ട് സുധി പറയാണ് സാർ ഇതൊന്ന് പണയം വെക്കണം പറയാണ്. എന്നിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഇട്ട് പണയം വെക്കണം, ശരി എടുക്കൂ പറഞ്ഞ് നോക്കുമ്പോൾ കവറ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലൗസാണ്, രേവതിയുടെ ബ്ലൗസ്. അപ്പോൾ അയാൾ ചോദിക്കും സ്വർണ്ണത്തിൻ്റെ ബ്ലൗസാണോ കൊടുന്നേക്കണത്, ആളെ പറ്റിക്ക് ഇറങ്ങിയൊക്കെ എവിടെന്നെങ്കിലും കട്ട് പോകുന്നുണ്ടാവും. ഇല്ല സാർ ഇത് എവിടെയോ വീണ് പോയത്, എൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചത്, ഓരോ ഉടായ്പ കൊണ്ട് പോകും, കടന്നു പോ പറഞ്ഞിട്ട് അയാൾ സുധീനാട്ടിയൊക്കെ സോറി സാർ എന്ന് പറഞ്ഞിട്ട് സുധി തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. എന്താ ഇപ്പോൾ പറ്റിയേ, കവർ മാറിയിട്ടുണ്ടാവോ, എവിടെയെങ്കിലും പോയിണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സുധി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ചന്ദ്രമതി ഈ കവറും കൊണ്ട് സിറ്റൗട്ടിലേക്ക് ഉണ്ട്. അപ്പോൾ ചന്ദ്രമതിയോട് സച്ചി പറയും ഇതെന്താ ഞാൻ കൊടുത്താൽ ഈ കവർ ഞാനാ കൊടുക്കാൻ വേണ്ടി സച്ചി ചന്ദ്രമതിയുടെ കവർ മേടിക്കാൻ വേണ്ടി ബലം പിടിക്കുന്ന സമയത്താണ് സുധി അവിടെ വരുന്നത്. അപ്പോൾ സുധി വിചാരിക്കും ദൈവമേ പ്രശ്നമായോ, പെട്ടോ, അയ്യോ അവർ തമ്മിൽ അടിപിടിയാണല്ലോ, ഇതിപ്പോൾ പ്രശ്നമായോ, എല്ലാവരും അറിഞ്ഞോ എന്നൊക്കെ വിചാരിച്ച് സുധി അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മേ വിളിക്കും സുധി. അപ്പോൾ ഇവർ തല്ലുകൊണ്ട സമയത്ത് എന്ത് പണിയടാ കാണിച്ച് നീ, എൻ്റെ ബ്ലൗസ് അടിക്കാനുള്ള തുണിയും കൊണ്ട് നീ പോവാണ്ട് നീ രേവതിയുടെ ബ്ലൗസ് അടിച്ച് കവറും കൊണ്ടുപോയി എന്നാൽ ഇത് കൊണ്ടുപോകുമെന്ന് പറയാണ്. ഇത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് പറയാം നീ എന്ത് പണി ഇവിടെ കാണിച്ചു വെച്ചാൽ ഇപ്പോൾ ഇവർക്കുമ്പോൾ രവീന്ദ്രൻ എൻ്റെ അമ്മയും മോനും നമ്മളുടെ ഒരു കുശുക്ക് ചോദിക്കാം, ഒന്നുമില്ല രവിയേട്ട ഇത് കൊണ്ടുപോകാൻ പറഞ്ഞതാന്ന് പറയും ചന്ദ്രമതി. അപ്പോൾ സുധി വേഗം എന്ത് ചെയ്യും, സുധിയുടെ കയ്യിലത്തെ കവർ ചന്ദ്രയ്ക്ക് കൊടുത്തിട്ട് ചന്ദ്രയുടെ കയ്യിലത്തെ കവർ മേടിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് ചോദിക്കും അമ്മേ 5 ലക്ഷം കിട്ടുമല്ലോ അല്ലേ, 5 കിട്ടുമല്ലോ അല്ലേ ചോദിക്കും. അപ്പോൾ 5 കിട്ടുന്നോ, അപ്പോൾ സച്ചി 5 കിട്ടുന്നോ, എന്താ അവിടെ സംസാരിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെട്ടില്ലേ എന്നുള്ള ആ ഒരു നിർണായക നിമിഷത്തിലാണ് ഇന്നത്തെ ചെമ്പന്നീർപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ നിങ്ങളെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുകയാണ്. എൻ്റെ കഥ കേട്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഫുള്ളായിട്ട് എൻ്റെ കഥ കേട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.